നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി തീരത്ത് മറിഞ്ഞിട്ടുള്ള കപ്പൽ അപകടം. ഈ ഒരു അപകടത്തിന് പിന്നാലെ മത്സ്യം കഴിക്കാമോ എന്നുള്ളൊരു ആശങ്ക പലരിലും ഉദിച്ചിട്ടുണ്ട്. വിവാദമായതോടുകൂടെ മന്ത്രിമാരൊക്കെ തന്നെ മത്സ്യം കഴിക്കാം, വലിയ വിഷയമൊന്നുമില്ല, അതൊരു പ്രശ്നമല്ല എന്ന തരത്തിലുള്ള പ്രസ്താവന മാത്രം ഇറക്കി. അപ്പോഴും ആശങ്ക ഒഴിഞ്ഞിരുന്നില്ല. കാരണം മത്സ്യത്തെ ഈ ഒരു കപ്പൽ അപകടം ഏത് രീതിയിലാണ് ബാധിക്കുക, അത് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ മത്സ്യത്തിന് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങും എന്നതടക്കമുള്ള നിരവധി സംശയങ്ങൾ പലരിലും ഇപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ട്. മത്സ്യം കഴിക്കാമെന്ന് വാക്കാൽ പറയുന്നതല്ലാതെ എന്തുകൊണ്ടാണ് അത് മത്സ്യത്തെ ബാധിക്കാത്തത്? ഇനി അഥവാ മത്സ്യത്തെ ഈ ഒരു കപ്പൽ അപകടം ബാധിക്കുമെങ്കിൽ ഏത് രീതിയിൽ ബാധിക്കും, എങ്ങനെ ബാധിക്കും, അത് മനുഷ്യനെ എങ്ങനെ ബാധിക്കും എന്ന ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ ഒരു വ്യക്തത വരുത്താത്തത് കൊണ്ട് തന്നെ വലിയ ആശങ്കകളാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ കപ്പൽ അപകടം മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടെ പുറത്തുവരികയാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു കപ്പൽ മറിഞ്ഞതോടുകൂടെ കേരളക്കരയ്ക്കൊന്നാകെ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊച്ചി തീരത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു അന്ത്യശാസനം കൂടെ വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷിപ്പിംഗ് മന്ത്രാലയം തന്നെയാണ് ഒരു അന്ത്യശാസനം കപ്പൽ കമ്പനിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. കപ്പലിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച കമ്പനി വരുത്തി എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ സാധനങ്ങൾ, ഈ അവശിഷ്ടങ്ങൾ ഉടൻ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ള അന്ത്യശാസനം തന്നെയാണ് കപ്പൽ കമ്പനിക്ക് നൽകിയത്. നമുക്കറിയാം, ഈ ഒരു കപ്പലിനെ സംബന്ധിച്ച് ഒരുപാട് വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ ആ കപ്പലിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കടലിൽ ഉപേക്ഷിക്കാനും അതുപോലെ തന്നെ കരയ്ക്കടിഞ്ഞിട്ടുള്ള വസ്തുക്കൾ അത് സംസ്ഥാന സർക്കാർ നീക്കുമെന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല തീരപ്രദേശത്തും പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ പോലുള്ള നിരവധി സാധനങ്ങൾ അടിഞ്ഞ് മലിനീകരണപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കടലിനെ സംബന്ധിച്ച് കപ്പലിന്റെ പല വസ്തുക്കളും ഒഴുകി നടക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് കൃത്യമായിട്ട് മാറ്റാൻ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ മാറ്റി അവിടെ ക്ലീൻ ചെയ്യാനുള്ള ഒരു നടപടി കപ്പൽ കമ്പനി നടത്തിയിരുന്നില്ല. ആ ഒരു വീഴ്ചയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ ഒരു പ്രവർത്തനത്തിൽ കാലതാമസം വരുത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഷിപ്പിംഗ് മന്ത്രാലയം കപ്പൽ കമ്പനിക്ക് ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് MSC എന്ന കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും അടുത്തായി പുറത്തുവരുന്നിരിക്കുന്ന വിവരം. ഇന്ത്യൻ തീരത്തെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കിയിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇത്. കേരള തീരത്തെ ഇതിനകം തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രം വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നും ഈ പറയുന്ന നിർദ്ദേശത്തിലുണ്ട്. ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല എന്നതും ഗുരുതരമാണ്. 48 മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങിയിരിക്കണം. അല്ല എങ്കിൽ ശക്തമായിട്ടുള്ള ഇന്ത്യൻ നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് കപ്പൽ കമ്പനിക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വിവിധ ആക്ടുകൾ പ്രകാരം നടപടികൾ തുടങ്ങേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടിയന്തര നടപടിയില്ല എങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തത്തിലും വാൻ ഹൈ ലെൻസ് ഷിപ്പിംഗ് കമ്പനിക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ തന്നെ എത്തിക്കണമെന്നും സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചാൽ ക്രിമിനൽ നടപടിയെടുക്കുമെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഷിപ്പിംഗ് കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയെന്ന് ഷിപ്പിംഗ് DG വ്യക്തമാക്കി. തീ അണയ്ക്കാനോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനം ഇതുവരെ എത്തിച്ചിട്ടില്ല. നിലവിലെ സാൽവേജ് കപ്പലിൽ മതിയായ സംവിധാനം ഒന്നും തന്നെ ഇല്ല എന്നും നോട്ടീസിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതേസമയം കപ്പൽ മറിഞ്ഞത് ഏറെ ആശങ്ക പരത്തുന്ന ഒന്നായി
പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നത് മത്സ്യസമ്പത്തിന് ഇതെങ്ങനെ ദോഷകരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും എന്നത് തന്നെയാണ്. കടലിൽ എണ്ണ പരന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുമ്പ് പഠനം നടന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ രാസവസ്തുക്കളുടെ ചോർച്ച കേരള തീരത്ത് വലിയ ആശങ്കകൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നത് എന്നുമുള്ള ആശങ്കയും ചോദ്യവും ഒക്കെ ശക്തമാകുന്നു. മൺസൂൺ മാസം പലതരം മീനുകളുടെ പ്രജനന കാലമാണ് എന്നതാണ് ഈ ഒരു ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. സൂര്യപ്രകാശം എത്തുന്ന ആഴത്തിലെ പ്ലവങ്ങളാണ് സാധാരണഗതിയിൽ വളരെ ചെറിയ സസ്യ ജീവജാലങ്ങളുടെ ഒക്കെ ഇതൊക്കെയാണ് പൊതുവെ മത്സ്യങ്ങൾ ഭക്ഷണമാക്കി മാറ്റാറുള്ളത്. പക്ഷേ കടലിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കപ്പൽ തീപിടിച്ച സംഭവമാകട്ടെ, കപ്പൽ മറിഞ്ഞ സംഭവമാകട്ടെ, അതിലുള്ള രാസവസ്തുക്കളുടെ പ്രവർത്തനം കൊണ്ട് ഈ ഒരു സംഭവമൊക്കെ, അതായത് ഈ പ്ലവങ്ങൾ അടക്കം നശിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭക്ഷണം ലഭിക്കാതെ മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോകാനും അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ ലഭ്യത കുറയാനും വളർച്ചാ ന്യൂനതകൾക്കും ഒക്കെ കാരണമായി മാറിയേക്കുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ നിലവിൽ മത്സ്യം കഴിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതായത് തീരപ്രദേശങ്ങളിലൊന്നും മത്സ്യം ചത്തു കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ സാമ്പിളുകൾ ശേഖരിച്ച നിലയിൽ കേരളത്തിൽ മത്സ്യങ്ങളൊന്നും ചത്തുപൊന്താത്തത് നല്ല ഒരു സൂചനയായിട്ട് തന്നെ കാണുന്നുണ്ട് എങ്കിൽ പോലും ഭാവിയിലേക്ക് ഇത് പല രീതിയിലും ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ആശങ്കയായി നിൽക്കുന്നുണ്ട്. നിലവിൽ വേലിയേറ്റവും പ്രവാഹവും കാറ്റും മഴയും ഉള്ളതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ വെള്ളത്തിൽ വീണിട്ടുണ്ട് എങ്കിൽ അത് വലിയ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിനൊക്കെ കുറിച്ചുള്ള പഠനങ്ങളും അത്യാവശ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന MSC Elsa 3 എന്ന കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കേരളം കേസെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കപ്പലുടമയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയെ ഒന്നാം പ്രതിയാക്കിയിട്ടാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. മത്സ്യത്തൊഴിലാളി നീർക്കുന്നം സ്വദേശി ശ്യാംജി നൽകിയിട്ടുള്ള പരാതിയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം. കപ്പൽ കമ്പനിയാണ് ഈ ഒരു കേസ് പ്രകാരം ഒന്നാം പ്രതി, ഷിപ്പിംഗ് മാസ്റ്റർ രണ്ടാം പ്രതിയായിട്ടും കപ്പൽ ജീവനക്കാർ മൂന്നാം പ്രതിയായിട്ടും വരുന്നുണ്ട്. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ കപ്പൽ കൈകാര്യം ചെയ്തു, മത്സ്യമേഖലയ്ക്കും പാരിസ്ഥിതിക്കും ദോഷമുണ്ടാക്കി തുടങ്ങിയിട്ടുള്ള നിരവധി കുറ്റങ്ങൾ ചുമത്തി തന്നെയാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇതുവഴി ഉണ്ടാക്കിയതെന്നും FIR-ൽ പറയുന്നു. ഉദാസീനതയോടെ കപ്പൽ കൈകാര്യം ചെയ്തതായി FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടം വരുത്തിയെന്നും FIR-ൽ പറയുന്നു. ഭാരതീയ സംഹിത സെക്ഷൻസ് 282, 285, 286, 87, 88, സെക്ഷൻ 3-ൽ 5 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ, വിഷപദാർത്ഥങ്ങൾ, ജ്വലന വസ്തുക്കൾ എന്നിവ അശ്രദ്ധയോടെ മനുഷ്യനും പരിസ്ഥിതിക്കും അപകടമുണ്ടാക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്തു എന്ന കുറ്റകരമാകുന്ന വകുപ്പുകളാണ് ഇവയിൽ പ്രധാനം. നേരത്തെ സ്വമേധയാ കേസെടുക്കുന്നത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശമൊക്കെ തേടിയിരുന്നു. ഇതിനിടയിലാണ് പോലീസ് ആസ്ഥാനത്ത് ഇമെയിൽ മുഖേന പരാതി ലഭിക്കുന്നത്. ഇതേ തുടർന്ന് നടപടിയെടുക്കേണ്ടതായി നിർബന്ധിതരാകുകയായിരുന്നു. പ്രതികൾ വിദേശ പൗരന്മാർ ആണെന്നതിനാൽ മറ്റ് നടപടികൾക്ക് കേന്ദ്ര അനുമതി ലഭിക്കേണ്ടതുണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. MSC Elsa 3 എന്ന ചരക്ക് കപ്പൽ കൊച്ചിക്ക് സമീപം കപ്പൽ ചാലിലാണ് അപകടത്തിൽപ്പെട്ടത്. മെയ് 24-നായിരുന്നു 643ഓളം കണ്ടെയ്നറുകളുമായി സഞ്ചരിച്ച കപ്പൽ മുങ്ങുകയും അതിലെ കണ്ടെയ്നറുകൾ കേരളത്തിന്റെ തീരത്തേക്ക് ഒഴുകിയെത്തുകയും ചെയ്തത്. ഇത് ഈ അപകടം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നിയമ നടപടികളുടെ ഭാഗമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം MSC Elsa കപ്പൽ അപകടത്തിൽ കേസെടുക്കാൻ വൈകിയിട്ടില്ലെന്ന് കോസ്റ്റൽ AIG പദം സിംഗ് വ്യക്തമാക്കുന്നു. 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സ്ഥലത്ത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ കോസ്റ്റൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പരാതിക്കാരന്റെ മൊഴിയെടുത്ത ശേഷം കപ്പൽ ജീവനക്കാരുടെ മൊഴിയെടുക്കുമെന്നും AIG വ്യക്തമാക്കി. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ ഒരു കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉള്ളത്. ഇനിയിപ്പോൾ ഏത് സമയം വേണമെങ്കിലും പല തീരപ്രദേശങ്ങളിലേക്കും ഈ പറയുന്ന കപ്പൽ വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് പുറത്ത് ആയിട്ടുള്ള
കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് ഗുരുതരമായിട്ടുള്ള രാസവസ്തുക്കളടക്കം അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകളായിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിൽ അടിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടെയ്നർ പോലുള്ള സാധനങ്ങളൊന്നും കരക്കടിഞ്ഞാൽ ആരും അതിനടുത്തേക്കൊന്നും പോകരുത് എന്നുള്ളത് വലിയൊരു മുന്നറിയിപ്പ് തന്നെ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.